ഏവർക്കും നമസ്കാരം. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ജൂലൈ 31-ാം തീയതി വരെയും നീളുന്ന ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് ജൂലൈ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ജൂലൈ 16-ാം തീയതി വരെയും മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് ജൂലൈ 17 മുതൽ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ ജൂലൈ 27 വരെയും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാകും സഞ്ചരിക്കുക. വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ ജൂലൈ 25 വരെയും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും സഞ്ചരിക്കുന്നു. അതായത് ഭൂരിഭാഗവും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇടവത്തിൽ ആണ്. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. രാഹുകേതുക്കൾ തങ്ങളുടെ സഞ്ചാരം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഓരോ കൂറുകാരുടെയും ജൂലൈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. കന്നിക്കൂർ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ കന്നിക്കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം മുഴുവനായും നൽകും. കാരണം സൂര്യൻ തൻ്റെ 2 ഇഷ്ടഭാവങ്ങളായ 10, 11 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 10-ാം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഔദ്യോഗിക മേഖല, തൊഴിൽ, ബിസിനസ് എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. ഉപജീവനത്തിന് ആശ്രയിക്കുന്ന ഏത് മേഖലയും ഈ ഭാവത്തെ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത്. സൂര്യൻ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി, കർമ്മഗുണം, തൊഴിൽ രംഗത്ത് അംഗീകാരം, മേലധികാരികളുടെ പ്രീതി, പ്രമോഷൻ, സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം നൽകും. കൂടാതെ കർമ്മഭാവത്ത് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ആ മേഖലയിലുള്ള പ്രതിസന്ധികൾ, ശത്രുക്കൾ, വിപരീതമായ ശക്തികൾ എന്നിവയെല്ലാം ദൂരീകരിക്കുന്നു. ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി, വളർച്ച, ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ്. തുടർന്ന് 17-ാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ഈ കൂറുകാർക്ക് നൽകും. ധനാഗമങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമം, സാമ്പത്തികമായ ഉന്നതി, പല സ്രോതസ്സുകളിൽ നിന്നുമുള്ള വരുമാനം, ബിസിനസ്സിൽ ലാഭം എന്നിവയെല്ലാം നൽകും. കൂടാതെ ഈ സമയത്ത് ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം യാതൊരു തടസ്സവും കൂടാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ സമയത്ത് മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രവർത്തികളും ഉദ്യമങ്ങളും സഫലമാകുകയോ അല്ലെങ്കിൽ അതിലേക്കുള്ള ആദ്യ ചുവടുവെപ്പുകൾ നടത്തുകയോ ചെയ്യും. കുടുംബരംഗത്തും ഔദ്യോഗിക രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാം ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും നല്ല അനുഭവങ്ങളാകും വന്നു ചേരുക. അടുത്തതായി കന്നിക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ്റെ സഞ്ചാരം പരിശോധിക്കാം. സൂര്യനെ പോലെ തന്നെ ബുധനും ഈ കൂറുകാർക്ക് ഏറ്റവും നേട്ടങ്ങളെ നൽകുന്ന നിലയിലാകും ഈ മാസം സഞ്ചരിക്കുക. ബുധൻ എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനും കർമ്മഭാവാധിപനുമാകുന്നു. ആ ബുധൻ ഈ കൂറുകാരുടെ ധനാഗമഭാവം, സർവാഭീഷ്ടസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 11-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. രാശ്യാധിപനായ ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം, മനസ്സുഖം, നല്ല ആശയവിനിമയം, വിദ്യാപുരോഗതി, പഠനത്തിൽ മികവ്, കുടുംബത്തിൽ ക്ഷേമം എന്നിവയെ എല്ലാം നൽകും. കർമാധിപൻ കൂടിയാകയാൽ ബുധൻ ഈ കൂറുകാർക്ക് തൊഴിൽ രംഗത്ത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും. കർമ്മപുഷ്ടി, കർമ്മഗുണം, അംഗീകാരം, മേലധികാരികളുടെ പ്രശംസ, പ്രമോഷൻ എന്നിവയെ എല്ലാം നൽകും. 10-ാം ഭാവം ബിസിനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ബിസിനസ്സിലും വളരെ പുരോഗതിയും ലാഭവും ഉണ്ടാകും. ഓഹരി വിപണി, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമവും ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക. 12-ാം ഭാവം ചെലവിനെ കുറിക്കുന്നു എന്നതിനാൽ ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അമിതമായ ചെലവുകളെ സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ ചെലവുകളിലും ധനക്രയവിക്രയങ്ങളിലും ഒരു കരുതൽ അത്യാവശ്യം ആകുന്നു. കൂടാതെ യാതൊരു രേഖയും കൂടാതെ പണം കടം കൊടുക്കുക, ആൾജാമ്യം നിൽക്കുക തുടങ്ങിയ പ്രവർത്തികൾക്ക് മുതിരാതെ ഇരിക്കുക. 12-ലെ ചൊവ്വ ചില തടസ്സങ്ങൾ, അലച്ചിൽ എന്നിവയെല്ലാം സൃഷ്ടിക്കാം. എന്നാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലനാകുന്നു എന്നതിനാൽ ചൊവ്വയുടെ ദോഷങ്ങൾ ഈ കൂറുകാരെ ബാധിക്കയില്ല എന്നും അറിയുക. എങ്കിലും ധനവിനിമയ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ നല്ലതാകും. വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന 10-ൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 10-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു. 10-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ, ഔദ്യോഗിക മേഖല, കർമ്മരംഗം എന്നിവയെല്ലാമാണ്. അനിഷ്ടഭാവമായ ഈ 10-ൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ പല പ്രതിസന്ധികളും വൈഷമ്യങ്ങളും നേരിടേണ്ടതായി വരാം. എന്നാൽ ഇവിടെ കർമ്മഭാവത്ത് ഉജ്ജ്വലനായി സൂര്യനും ബുധനും എല്ലാം നിൽക്കുന്നു എന്നതിനാൽ വ്യാഴം നൽകുന്ന ദോഷങ്ങൾ ഈ കൂറുകാരെ ഈ മാസം അലട്ടുകയില്ല. ശുക്രൻ ഈ കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക.
എന്നാൽ ജൂലൈ 26 വരെയും ശുക്രൻ ഭാഗ്യഭാവമായ 9 കൂടിയാണ് സഞ്ചരിക്കുന്നത്, അതും സ്വക്ഷേത്രമായ ഇടവത്തിലും. അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു. ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും 9-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും. സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയെ 9-ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും തങ്ങൾക്ക് അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി അനുകൂലമായി ഭവിക്കും. ചിട്ടി, ലോട്ടറി, ഗൃഹലാഭം, വാഹനലാഭം, നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരാവുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ധർമ്മചിന്തകൾ, ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും. ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഈ കൂറുകാർക്ക് കണ്ടക ശനി ദുരിതങ്ങൾ വന്നു ചേരാം. കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ, മാനസികമായ അകൽച്ച, തെറ്റിദ്ധാരണകൾ എന്നിവയെ സൃഷ്ടിക്കാം. 7-ാം ഭാവം പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, കൂട്ടായ പ്രവർത്തികൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശനി 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിൽ തെറ്റിദ്ധാരണകൾ, വാക്തർക്കങ്ങൾ എന്നിവയ്ക്കും സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ കുടുംബജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും എല്ലാം ഒരു സംയമനം, വാക്കുകളിൽ മിതത്വം എന്നിവ പാലിക്കുന്നത് ഏറെ അഭികാമ്യം ആകും. രാഹു ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവം എന്നത് രാഹുവിൻ്റെ ഏറെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാണ്. 6-ാം ഭാവം എന്നത് രോഗം, കടങ്ങൾ, ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്നു. രാഹു 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും. 6-ലെ രാഹു ഇവർക്ക് വർദ്ധിച്ച അളവിൽ ഊർജ്ജം നൽകും. ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും. ശത്രുക്കൾ നിഷ്പ്രഭർ ആകും. തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലുമെല്ലാം വിജയം നേടും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ, പ്രമോഷൻ, അംഗീകാരം, വിദേശത്ത് തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ ഈ സമയത്ത് രോഗമുക്തി, ആരോഗ്യം എന്നിവയും കൈവരിക്കും. കടബാധ്യതകൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മുക്തിയും മോചനവും ലഭിക്കും. അടുത്തതായി കേതുവിൻ്റെ നില പരിശോധിക്കാം. കേതു ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക. 12-ാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആണ്. ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന 12-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ, പാഴ്ചെലവുകൾ, ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം. എന്നാൽ അതേസമയം 12-ാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവമാകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ ഇവർക്ക് താൽപ്പര്യം, തീർത്ഥാടനത്തിൽ ആഗ്രഹം എന്നിവയെല്ലാം ജനിക്കും. വിദേശത്ത് പോകുവാനായി താൽപ്പര്യമുള്ളവർക്ക് ഈ സമയം അനുയോജ്യം ആകുകയും ചെയ്യും. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ, രാശാധിപനായ ബുധൻ, ശുക്രൻ, രാഹു എന്നീ പ്രബലരായ 4 ഗ്രഹങ്ങൾ ഏറ്റവും അനുകൂലരായി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ചൊവ്വ, വ്യാഴം, ശനി, കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു. രാഹു ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ നിലയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിയുടെ ദോഷങ്ങൾ ഇവർക്ക് കാര്യമായി അനുഭവത്തിൽ വരില്ല. എങ്കിലും ദാമ്പത്യബന്ധത്തിൽ ഒരു കരുതലും വാക്കുകളിൽ സംയമനവും മിതത്വവും പാലിക്കുക. കൂടാതെ ചെലവുകൾക്ക് നല്ല ഒരു നിയന്ത്രണം വയ്ക്കുക. കാരണം ചൊവ്വയും കേതുവും ഈ കൂറുകാരുടെ ചെലവിൻ്റെ ഭാവമായ 12-ാം ഭാവത്തിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു. അത് ചെലവുകളെ അനാവശ്യമായി ഉയർത്തുകയും ചെയ്യാം. ശാരീരികമായും ഒരു കരുതലും ശ്രദ്ധയും പുലർത്തുക. എങ്കിലും രാശാധിപനായ ബുധൻ്റെയും സൂര്യൻ്റെയും ആനുകൂല്യവും ധനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ്റെ ഇഷ്ടഭാവത്തിലുള്ള സഞ്ചാരവും ഈ കൂറുകാർക്ക് ഈ മാസം വളരെ നേട്ടങ്ങളും ഈശ്വര കടാക്ഷങ്ങളും ഭാഗ്യവും നൽകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.